3D ഒബ്ജക്ട്സ് ഇൻ LibreOffice Draw എന്ന സ്പോക്കൺ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഈ ട്യൂട്ടോറിയലിൽ 3D ഒബ്ജക്റ്റുകൾ, എക്സ്ട്രൂഷൻ, 3D ടൂൾബാർ, 3D റൊട്ടേഷൻ ബോക്സ് എന്നിവ ഉപയോഗിച്ച് എങ്ങനെ സൃഷ്ടിക്കാം എന്നത് പഠിക്കാം. ഒബ്ജക്റ്റുകൾ എഡിറ്റ് ചെയ്യുന്നതും 3D ഇഫക്റ്റ് കൊടുക്കുന്നതും ഡ്യൂപ്ലിക്കേഷൻ ഉപയോഗിച്ച് പ്രത്യേക ഇഫക്റ്റുകൾ സൃഷ്ടിക്കുന്നതും പഠിക്കാം. ഈ ട്യൂട്ടോറിയൽ പഠിക്കുവാൻ ഡ്രോയുടെ ബേസിക്, ഇന്റർമീഡിയറ്റ് ട്യൂട്ടോറിയലുകൾ പരിചിതമായിരിക്കണം. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമായി ഉബുണ്ടു ലിനക്സ് പതിപ്പ് 10.04 LibreOffice സ്യൂട്ട് പതിപ്പ് 3.3.4 എന്നതുമാണ്. 2D രൂപത്തിന് തുല്യമായി 3D രൂപം കാണിക്കുന്ന ഒരു ജ്യാമിതീയ ചാർട്ട് സൃഷ്ടിക്കാം. ഉദാഹരണത്തിന്, ചതുരം ഒരു 2D വസ്തുവാണ്, ക്യൂബ് അതിന്റെ 3D രൂപമാണ്. ഒരു പുതിയ ഫയലിൽ 3D ഒബ്ജക്റ്റ് ചാർട്ട് എന്ന് പേര് കൊടുക്കാം. നമുക്ക് ഡ്രോയിംഗ് തുടങ്ങും മുമ്പ് ഗ്രിഡ്, ഗൈഡ് ലൈൻസ് എന്നിവ പ്രാപ്തമാക്കാം. ഇത് മുൻ ട്യൂട്ടോറിയലുകളിൽ പഠിച്ചതാണ്. മെയിൻ മെനുവിലെ വ്യൂ ക്ലിക്ക് ചെയ്ത് ഗ്രിഡ്, ഡിസ്പ്ലേ ഗ്രിഡ് എന്നിവ തിരഞ്ഞെടുക്കുക. വീണ്ടും വ്യൂ ക്ലിക്ക് ചെയ്ത് ഗൈഡ്സ്, ഡിസ്പ്ലേ ഗൈഡ്സ് എന്നിവ തിരഞ്ഞെടുക്കുക. ഞാൻ 2 റൂളേഴ്സും സെന്റിമീറ്റർ ആക്കുവാൻ ആഗ്രഹിക്കുന്നു. ഹൊറിസോണ്ടൽ റൂളർ മൗസ് പോയിന്ററിൽ സ്ഥാപിക്കുക. റൈറ്റ് ക്ലിക്ക് ചെയ്ത് സെന്റിമീറ്റർ തിരഞ്ഞെടുക്കുക. വെർട്ടിക്കൽ റൂളർ മൗസ് പോയിന്ററിൽ സ്ഥാപിക്കുക. പിന്നെയും റൈറ്റ് ക്ലിക്ക് ചെയ്ത് സെന്റിമീറ്റർ തിരഞ്ഞെടുക്കുക. ഇപ്പോൾ പേജിന് മുകളിൽ ഒരു ടെക്സ്റ്റ് ബോക്സ് ചേർക്കുക. അതിനുള്ളിൽ 2D, 3D ജ്യാമിതീയ രൂപങ്ങൾ, ടെക്സ്റ്റ് എന്നിവ ചേർക്കുക. സ്നാപ്പ് ലൈൻ ഉപയോഗിച്ച് 2 ലംബമായ ഭാഗങ്ങളായി പേജിനെ വിഭജിക്കുക. വെർട്ടിക്കൽ റൂളർ ക്ലിക്ക് ചെയ്ത് അതിനെ ഡ്രോ പേജിലേക്ക് വലിച്ചിടുക. ലംബമായി കുത്തുകളോട് കൂടിയ ഒരു രേഖ ലഭ്യമാകുന്നു. ഇത് പേജിനെ 2 ഭാഗങ്ങളായി തിരിക്കത്തക്ക വിധം സ്ഥാപിക്കുക. ഇടതുവശത്ത് ഒരു ടെക്സ്റ്റ് ബോക്സ് ചേർത്ത് 2D ഷേപ്സ് എന്ന് ടൈപ്പ് ചെയ്യുക. വലതുവശത്ത് മറ്റൊരു ടെക്സ്റ്റ് ബോക്സ് ചേർത്ത് 3D ഷേപ്പ് എന്നും ടൈപ്പ് ചെയ്യുക. 3D ടൂൾബാർ പ്രാപ്തമാക്കുക. മെയിൻ മെനുവിൽ നിന്നും വ്യൂ ക്ലിക്ക് ചെയ്ത് ടൂൾബാർസ്, 3D ഒബ്ജക്ട്സ് എന്നിവ തിരഞ്ഞെടുക്കുക. വീണ്ടും വ്യൂ ക്ലിക്ക് ചെയ്ത് ടൂൾബാർസ്, 3D സെറ്റിംഗ്സ് എന്നിവ തിരഞ്ഞെടുക്കുക. 3D ഒബ്ജക്ട്സ്, 3D സെറ്റിംഗ്സ് എന്നീ ഡയലോഗ് ബോക്സുകൾ ലഭ്യമാകുന്നു. ആദ്യം നമുക്ക് 2D ഷേപ്സ് വരയ്ക്കാം. നാം ഒരു ദീർഘചതുരം, ചതുരം, വൃത്തം, ത്രികോണം എന്നിവ ഒന്നിനു താഴെ ഒന്നായി സ്ഥാപിക്കുന്നു. ഇങ്ങനെ 2D ഒബ്ജക്റ്റ് ഉപയോഗിച്ച് 3D ഒബ്ജക്റ്റ് നേടിയെടുക്കുന്ന രീതിയാണ് എക്സ്ട്രൂഷൻ എന്ന് പറയുന്നത്. അടിസ്ഥാനപരമായി ഉപരിതലം 3D ഒബ്ജക്റ്റ് സൃഷ്ടിക്കുവാൻ വേണ്ടി പുറത്തേക്ക് നീങ്ങുന്നു. ആദ്യം നമുക്ക് ദീർഘചതുരത്തിന്റെ നിറം മാറ്റി ടർക്കോയിസ് 1 ആക്കി മാറ്റാം. ദീർഘചതുരത്തിന്റെ ഒരു പകർപ്പ് ഉണ്ടാക്കുക. ദീർഘചതുര പകർപ്പ് ഡ്രാഗ് ചെയ്ത് പേജിന്റെ വലതു പകുതിയിൽ സ്ഥാപിക്കാം. തിരഞ്ഞെടുക്കുന്ന സമയത്ത് കോണ്ടെക്സ്റ്റ് മെനുവിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. കൺവേർട്ടിൽ ക്ലിക്ക് ചെയ്ത് ടു 3D എന്ന് തിരഞ്ഞെടുക്കുക. 2D ദീർഘചതുരം ഒരു ക്യൂബോയിഡ് ആയി മാറി. ചതുരത്തിനകത്ത് റെക്ടാംഗിൾ എന്ന് ടൈപ്പ് ചെയ്യാം. എന്നിരുന്നാലും 3D ഒബ്ജക്ട്സിനകത്ത് ടൈപ്പ് ചെയ്യുവാൻ കഴിയില്ല. ടൈപ്പ് ചെയ്യുവാനായി ടെക്സ്റ്റ് ടൂൾ ഉപയോഗിക്കേണ്ടതുണ്ട്. ടെക്സ്റ്റ് ടൂൾ ക്ലിക്ക് ചെയ്ത് ക്യൂബോയിഡിനുള്ളിൽ ഒരു ടെക്സ്റ്റ് ബോക്സ് വരയ്ക്കുക. അകത്തേക്ക് അതിനുള്ളിൽ ക്യൂബോയിഡ് എന്ന് ടൈപ്പ് ചെയ്യുക. ടെക്സ്റ്റ് ബോക്സും ക്യൂബോയിഡും 2 പ്രത്യേക വസ്തുക്കളായി പരിഗണിക്കാവുന്നതാണ്. അതുകൊണ്ട് അവ ഗ്രൂപ്പ് ചെയ്യാം. സമാനമായി ചതുരം, വൃത്തം, ത്രികോണം എന്നിവ 3D ഒബ്ജക്ട്സ് ആക്കാനും നിറം കൊടുക്കുവാനും സാധിക്കും. നാം എക്സ്ട്രൂഷൻ ഉപയോഗിച്ച് 2D, 3D എന്നീ രൂപങ്ങളുടെ ചാർട്ട് വരയ്ക്കുവാൻ പഠിച്ചു. ഈ ട്യൂട്ടോറിയൽ നിർത്തിയിട്ട് ഈ അസൈൻമെന്റ് ചെയ്യാം. നിങ്ങളുടെ ഡ്രോ ഫയലിൽ ഒരു പുതിയ പേജ് ചേർക്കുക.
ഒരു ചതുരം വരച്ച് അതിൽ സ്ക്വയർ എന്ന് ടൈപ്പ് ചെയ്യുക. ടെക്സ്റ്റോട് കൂടി ഈ ചതുരം 3Dയിലേക്ക് പരിവർത്തനം ചെയ്യുക. ഈ ടെക്സ്റ്റ് 2D ചതുരത്തിലെ ടെക്സ്റ്റുമായി താരതമ്യപ്പെടുത്തുക. 3D ഒബ്ജക്റ്റ് സൃഷ്ടിക്കുവാൻ 3D സെറ്റിംഗ്സ് ടൂൾബാർ ഉപയോഗിക്കുക. ഡ്രോയിൽ റെഡിമെയ്ഡ് 3D ഷേപ്സും ലഭ്യമാണ്. 3D ടൂൾബാർ ഉപയോഗിച്ച് ഈ രൂപങ്ങളും ചേർക്കാൻ കഴിയും. ഡ്രോ ഫയലിൽ ഒരു പുതിയ പേജ് ചേർക്കുക. 3D ഒബ്ജക്ട്സ് ടൂൾബാറിൽ നിന്നും ഒരു ആകാരം തിരഞ്ഞെടുക്കാം. ഉദാഹരണമായി ഷെൽ. ഇത് പേജിൽ വരയ്ക്കുക. ഡ്രോ പേജിൽ 2D ഒബ്ജക്ട്സുകൾ റൊട്ടേറ്റ് ചെയ്ത് 3D ഒബ്ജക്ട്സുകൾ നിർമ്മിക്കാം. 2D ആകൃതിയുള്ള ഒരു വൃത്തം ഡ്രോ പേജിൽ വരയ്ക്കുക. കോണ്ടെക്സ്റ്റ് മെനുവിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കൺവേർട്ട് എന്നതിലെ ടു 3D റൊട്ടേഷൻ ഒബ്ജക്റ്റ് എന്നത് തിരഞ്ഞെടുക്കുക. വൃത്തത്തിന് എന്ത് സംഭവിക്കുന്നു എന്ന് നിരീക്ഷിക്കുക. ഇത് ഇപ്പോൾ ഒരു 3D ഒബ്ജക്റ്റ് ആണ്. താഴെയുള്ള ഡ്രോയിംഗ് ടൂൾബാറിൽ നിന്ന് ഫോണ്ട് വർക്ക് ഗാലറി എന്ന ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഫേവറിറ്റ് 16 തിരഞ്ഞെടുത്ത് OKയിൽ ക്ലിക്ക് ചെയ്യാം. ഫോണ്ട് വർക്ക് എന്ന ടെക്സ്റ്റ് ഡ്രോ പേജിൽ പ്രദർശിപ്പിക്കും. ആവശ്യമായ രീതിയിൽ വലിപ്പം ക്രമീകരിക്കാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് ഈ സ്ഥലത്ത് വേറെ ഒരു ടെക്സ്റ്റ് വേണം. അത് എങ്ങനെ ചെയ്യാം? ഫോണ്ട് വർക്കിനകത്ത് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഫോണ്ട് വർക്ക് എന്ന പദം കറുത്ത നിറത്തിൽ വലിയ ടെക്സ്റ്റായി കാണുവാൻ കഴിയും. ഈ ടെക്സ്റ്റ് തിരഞ്ഞെടുത്ത് അതിൽ സ്പോക്കൺ ട്യൂട്ടോറിയൽസ് എന്ന് ടൈപ്പ് ചെയ്യാം. ഡ്രോ പേജിൽ എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്യുക. സ്പോക്കൺ ട്യൂട്ടോറിയൽ എന്നത് ഈ പേജിൽ ദൃശ്യമാകുന്നു. അടുത്തതായി 3D ഒബ്ജക്റ്റുകൾക്ക് ഇഫക്റ്റുകൾ കൊടുക്കാൻ പഠിക്കാം. ഗോളാകൃതിയിലുള്ള ഒരു രൂപത്തിന് ഇഫക്റ്റുകൾ പ്രയോഗിക്കാം. അതിനായി അത് തിരഞ്ഞെടുത്ത് കോണ്ടെക്സ്റ്റ് മെനു ലഭിക്കുവാൻ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. 3D ഇഫക്ട്സ് തിരഞ്ഞെടുക്കുക. നിങ്ങൾക്ക് ഇവിടെ വിവിധ ഓപ്ഷനുകൾ കാണാവുന്നതാണ്. ഡെമോ ആവശ്യത്തിനായി നമുക്ക് ഡെപ്ത് 3 സെന്റിമീറ്ററിലേക്ക് മാറ്റാം. സെഗ്മെന്റ്സിന് താഴെയായി ഹൊറിസോണ്ടൽ 12 എന്നാക്കി മാറ്റുക. നോർമൽ എന്നതിനു താഴെ ഫ്ലാറ്റ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. പ്രിവ്യൂ വിൻഡോവിലുള്ള ഒബ്ജക്റ്റിന്റെ രൂപം നിരീക്ഷിക്കുക. ഇപ്പോൾ ഡയലോഗ് ബോക്സിന്റെ വലതു കോണിലുള്ള അസൈൻ എന്ന ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അടുത്തത് ഡയലോഗ് ബോക്സിന് പുറത്തു കടക്കാൻ മുകളിൽ ഇടതുവശത്ത് ഇടതു കോണിൽ X എന്ന അടയാളത്തിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ആകാരം ശ്രദ്ധിക്കാം. തിരഞ്ഞെടുത്ത ഇഫക്റ്റുകൾ ഇതിന് ബാധകമായി. ഇവിടെ നിങ്ങൾക്കായി ഒരു ജോലി ഇതാ. സ്ലൈഡിൽ കാണിച്ചിരിക്കുന്നതുപോലെ സമാനമായ ചിത്രം സൃഷ്ടിക്കുക. ഇത് ലഭ്യമാകാൻ 3D ഇഫക്ട്സ് എന്ന ഡയലോഗ് ബോക്സ് ഉപയോഗിക്കുക. 2D 3D ഒബ്ജക്റ്റുകൾക്ക് ഡ്യൂപ്ലിക്കേഷൻ ഉപയോഗിച്ച് പ്രത്യേക ഇഫക്റ്റുകൾ കൊടുക്കാവുന്നതാണ്. ഒരു പുതിയ ഡ്രോ പേജ് ഉണ്ടാക്കി അതിൽ ദീർഘചതുരം വരയ്ക്കുക. 2D ദീർഘചതുരത്തിൽ ഡ്യൂപ്ലിക്കേഷൻ ഉപയോഗിച്ച് പ്രത്യേക ഇഫക്റ്റുകൾ കൊടുക്കാവുന്നതാണ്. മെയിൻ മെനുവിൽ നിന്ന് എഡിറ്റ് തിരഞ്ഞെടുക്കുക. ഡ്യൂപ്ലിക്കേറ്റിൽ ക്ലിക്ക് ചെയ്യുക. ഡ്യൂപ്ലിക്കേറ്റ് ഡയലോഗ് ബോക്സ് ലഭ്യമാകുന്നു. താഴെ മൂല്യങ്ങൾ കൊടുക്കുക. നമ്പർ ഓഫ് കോപ്പീസ് ഈക്വൽ ടു 10. പ്ലേസ്മെന്റിനു താഴെയായി X ആക്സിസ് ഈക്വൽ ടു 10, Y ആക്സിസ് ഈക്വൽ ടു 20, ആംഗിൾ ഈക്വൽ ടു 0 ഡിഗ്രി. എൻലാർജ്മെന്റ്, വിഡ്ത്, ഹൈറ്റ് എന്നിവ അതേപോലെ വിടുന്നു. തുടക്കത്തിലുള്ള കളർ മഞ്ഞയും അവസാനിക്കുന്ന കളർ ചുവപ്പുമാക്കി മാറ്റുന്നു. OKയിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് കോണുകളും മൂല്യങ്ങളും മാറ്റിയാൽ നിരവധി ഇഫക്റ്റുകൾ ലഭിക്കാവുന്നതാണ്. ഈ ട്യൂട്ടോറിയൽ ഇവിടെ അവസാനിക്കുന്നു. ഈ ട്യൂട്ടോറിയലിൽ താഴെ പറയുന്ന ഓപ്ഷനുകൾ ഉപയോഗിച്ച് 3D ഒബ്ജക്റ്റുകൾ സൃഷ്ടിക്കുവാൻ നിങ്ങൾ പഠിച്ചു. എക്സ്ട്രൂഷൻ, 3D ടൂൾബാർ, 3D റൊട്ടേഷൻ ബോക്സ്. നാം ഒബ്ജക്റ്റുകൾ എഡിറ്റ് ചെയ്യാനും 3D ഇഫക്ട്സ് കൊടുക്കുവാനും പഠിച്ചു. നമ്മൾ ഡ്യൂപ്ലിക്കേഷൻ ഉപയോഗിച്ച് പ്രത്യേക ഇഫക്റ്റുകൾ സൃഷ്ടിക്കുവാനും പഠിച്ചു. ഇനി പറയുന്ന ലിങ്കിൽ ലഭ്യമായ വീഡിയോ കാണുക. ഇത് സ്പോക്കൺ ട്യൂട്ടോറിയൽ പ്രോജക്റ്റ് സംഗ്രഹിക്കുന്നു. നിങ്ങൾക്ക്
നല്ല ബാൻഡ് വിഡ്ത്ത് ഇല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. സ്പോക്കൺ ട്യൂട്ടോറിയൽ ടീം സ്പോക്കൺ ട്യൂട്ടോറിയൽ ഉപയോഗിച്ച് വർക്ക്ഷോപ്പുകൾ നടത്തുന്നു. ഓൺലൈൻ പരീക്ഷ വിജയിക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ദയവായി എഴുതുക contact@spoken-tutorial.org. സ്പോക്കൺ ട്യൂട്ടോറിയൽ എന്നത് ടോക്ക് ടു എ ടീച്ചർ എന്ന പദ്ധതിയുടെ ഭാഗമാണ്. ഇത് ഐസിടി, MHRD തുടങ്ങിയ നാഷണൽ വിദ്യാഭ്യാസ മിഷന്റെ പിന്തുണയോടുകൂടി നടപ്പാക്കുന്ന ഒരു പദ്ധതിയാണ്. ഈ ദൗത്യത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ഈ ലിങ്കിൽ ലഭ്യമാണ്. IIT ബോംബെയിൽ നിന്നും വിജി നായർ. പങ്കെടുത്തതിന് നന്ദി.